ഗായ്സ്, നമ്മുടെ ട്രീനേഷൻ ട്രിപ്പിൻ്റെ 226-ാം ദിവസത്തിലേക്ക് രാജസ്ഥാനിലെ പുഷ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അങ്ങനെ നമ്മൾ രാജസ്ഥാൻ കയറി ജയ്പൂർ, അജ്മീർ, ഇപ്പം നിൽക്കുന്നത് പുഷ്കറിലാണ് കേട്ടോ. നമ്മളെ ട്രിപ്പിൻ്റെ ഏകദേശം 226-ാമത്തെ ദിവസം. പുഷ്കറിൽ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ എന്താ പറയുക, അങ്ങനെ ചിലപ്പം കേൾക്കാൻ പറ്റൂ. അവിടെ മൈക്കിൽ എന്തൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ പരിപാടി കാര്യങ്ങൾ അത്യാവശ്യം ഒരു ഹ്യൂജ് ആയിട്ടുള്ള വലിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ആണ്. ഇതുവരെ കണ്ട മേളകൾ, ചന്തകൾ, ഇങ്ങനെയൊക്കെ വെച്ച സംഭവമല്ലേ, ഇതൊക്കെ വെച്ചിട്ട് ഇപ്പം എന്താ പറയുക, ഇവിടെ ഞാൻ കണ്ടപ്പോൾ അത്യാവശ്യം എന്താ പറയുക പരിപാടി കാര്യങ്ങൾ, നമ്മളെ യേന്ത്രൂനാൽ, ആകാശത്തോണി, ഈ സംഭവങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞാൽ 6 ആകാശത്തോണി, 6 യേന്ത്രൂനാൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത്യാവശ്യം വലിയ പരിപാടിയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. യെസ്, നമ്മളെപ്പരം കുറച്ച് മക്കളുണ്ട്. ഞാനെന്താ പറയുക, ആ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഈ ഒരു കാഴ്ച ഞങ്ങളെ കാണിക്കുക. പിന്നെ അത് മാത്രമല്ല, പുഷ്കറിൽ കൊല്ലത്തിൽ 7 ദിവസം മാത്രം നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയതിന് എന്തായാലും ഒരു ഭാഗ്യമാണ്. അപ്പോൾ അധികം ആൾക്കാർക്കും ചിലപ്പോൾ ഇത് കാണാൻ പറ്റിയെന്ന് വരില്ല. കാണണം എന്നുള്ളതിൽ അടുത്ത കൊല്ലം എന്താ പറയുക, ഈ ഒരു ടൈം ആകുമ്പം പുഷ്കറിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വന്നാൽ മതി. കാണാൻ പറ്റാത്തവർക്ക് എന്താ പറയുക, ഇവിടെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയുക ഒന്ന് കാണാം. സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നത് എന്തൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത്. കുറച്ച് മക്കൾ തലതാക്കി നോക്കുന്നുണ്ടല്ലേ. ഹായ് ബോൽ, ഹായ്. ഈ കിടന്നു ഇരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനെന്താ പറയുക, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ കുറച്ച് മക്കളെ കിട്ടിയതാണ്. അപ്പോൾ വിലപ്പനം കുറച്ച് നേരം ഇരുന്നിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് അങ്ങോട്ട് നടന്ന് കാണാൻ വിചാരിച്ച്. ഓക്കെ, ചെലുത്തിയേ ബൈ. ആ ചെറിയ മക്കളോട് എന്താ പറയുക ബൈ പറഞ്ഞിട്ട് നമുക്കിതാ ആ ഒരു മാർക്കറ്റിലേക്ക് എന്തായാലും ഇറങ്ങാം. അവിടുന്ന് ഇവിടുന്നൊക്കെ എന്താ പറയുക സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഓഡിയോ കാര്യങ്ങളൊന്നും എത്രത്തോളം ക്ലിയർ ആണെന്നുള്ള അറിയില്ല കേട്ടോ. ഇതിവിടെ എന്തോ സീഡിയൊക്കെ വെക്കുന്നതിൻ്റെ സൗണ്ടാട്ടോ. അവിടെയാണ് എന്താ പറയുക നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാൻ നടന്നു വന്നത്. ഈ ഒരു സ്ട്രീറ്റിൽ എന്താ പറയുക അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബൈക്ക് കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ടി എന്താ പറയുക അത് ശരിക്കും അലോഡ് ചെയ്യണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് എന്താ പറയുക വിശാലമായിട്ട് പർച്ചേസൊക്കെ ചെയ്ത് ചില്ലാക്കി നടക്കാൻ പറ്റുമായിരുന്നു. ഓ, ഇപ്പോൾ അതാ അവിടെയൊക്കെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ കുറേ ഗെയിംസിൻ്റെ സ്ഥലത്തൊക്കെ. അതുപോലെ തന്നെ 2 സൈഡിലും നിങ്ങൾ കണ്ടില്ലേ, 2 സൈഡിലും ഏകദേശം എങ്ങനെയൊക്കെ ഷോപ്പ് നിറയ്ക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഷോപ്പുകൾ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അവിടെ നിന്നൊക്കെ വന്നിട്ട് ഈ ഒരു പരിപാടിൻ്റെ മെയിൻ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇതാ ഈ ഒരു സ്ഥലം വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്കായിട്ടാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ എന്താ പറയുക നമുക്ക് എന്താ പറയുക ആ ഒരു സൈഡിൽ ഗെയിംസ് കാര്യങ്ങൾ, ഡ്രസ്സുകൾ, അങ്ങനെയുള്ള എന്താ പറയുക ആ ഒരു ഏരിയയിലൊക്കെ പോയിട്ട് നമുക്കൊന്ന് കാഴ്ചകൾ എന്തായാലും ഒന്ന് കാണാം. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഫുഡിൻ്റെ ഒക്കെ ഒരുപാട് എന്താ പറയുക, നേരത്തെ അവിടുന്ന് ഫുഡ് കഴിക്കേണ്ടായിരുന്നായി. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഇങ്ങനെ കഴിക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ സ്ട്രീറ്റ് ഫുഡ് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ ഒരു ചന്തയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇത് നടക്കൂല, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട്. അത് ഒരുപാട് വരുന്നതിനെ കൊണ്ടാണ് ഞാൻ എന്താ പറയുക 1 by 1 ആയിട്ട് കാണിക്കാണ്ടുന്നത്. ഗേൾസിൻ്റെ മുടി കാര്യങ്ങളൊക്കെ, മുടി ഇല്ലാത്തവരൊന്നും പേടിക്കണ്ട, ഇപ്പം അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. എൻ്റെ മോനെ ഏത് ക്രൗഡാന്ന് നോക്കി. അതുപോലെ തന്നെ സമയം വൈകുന്നേരം 6 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. 7 മണിക്കാണ് നമ്മളെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ എന്താ പറയുക നമുക്കിതൊന്ന് കറങ്ങിയിട്ട് തിരിച്ചെന്തായാലും ഇങ്ങോട്ട് എത്തണം. ഇവിടെയൊക്കെ അതുപോലെ നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ മറ്റേ ചന്തയിലൊക്കെ കാണുന്ന പോലെ തന്നെ മുഖംമൂടികളും പുതപ്പും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ, നമ്മളെ വള, മാല, അങ്ങനത്തെ കാതിൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ ഷോപ്പുകളൊക്കെ കുറച്ചുകൂടി എന്താ പറയുക കൂടുതലായിട്ടുണ്ട് എന്ന് മാത്രം എന്താ പറയുക പ്രത്യേകത കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. എന്തായാലും കൊള്ള സ്ഥലം എന്താ പറയുക അത്യാവശ്യം എന്താ പറയുക ഇങ്ങനെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് സൗണ്ടും ആൾക്കാരൊക്കെ ഉള്ളതിനെ കൊണ്ട് ഒരു രസമുണ്ട് കാണാൻ. പിന്നെ അത് മാത്രമല്ല എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സൗണ്ട് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഇതാട്ടോ ഞാൻ പറഞ്ഞത് എന്താ പറയുക യേന്ത്രൂനാലിൻ്റെ കളക്ഷൻ നിങ്ങൾ നോക്കിയിട്ടോ. ഒന്നത് അവിടെ കാണുന്ന അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബോട്ടും ഉണ്ട്, ആകാശ ബോട്ട്.
ഇതേ അടുത്തതാ രണ്ടാമത്തേത് ഇവിടെ കിടക്കുന്ന, മൂന്നാമത്തേത് അതാ, നാലാമത്തേത് അതാ, അതിൻ്റെ അപ്പുറത്ത് വേറെ കറങ്ങുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് നടക്കാം. അതുപോലെ തന്നെ ഇതാ യന്ത്രൂനാലാണ് കാര്യമായിട്ട് എന്താ പറയുക കാണിച്ചിരുന്നത്. കാരണം കണ്ണ് പിടിക്കുന്ന വേഗം അതാണല്ലോ. പിന്നെ ഇതാ ഇവിടെ ഈ ഒരു സൈഡ് മുതൽ ഫുള്ള് എന്താ പറയുക ഗെയിംസും കാര്യങ്ങളും എൻ്റർടൈൻമെൻറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ കേട്ടോ. മക്കളെയും കൊണ്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൈസ പോകുന്ന ഒരു വഴി കാണില്ല. കാരണം അതിന് മാത്രം ഉണ്ട് ഇവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ. नाव का झूला 5 स्टार नाव का झूला रेट कम रेट 5 स्टार नाव का रेट बहुत ही कम। भाई साहब ने 4 टिकटिया बाबूजी ने आ जाओ भाई साहब इधर नाव का झूला इधर नाव का झूला इधर नाव का झूला। ഇവിടുത്തെ ഗെയിംസിൻ്റെ ഏരിയ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് വരുന്നത്. പിന്നുള്ളത് ഇതിൻ്റെ ലാസ്റ്റിലേക്കാണ് വീണ്ടും ഗെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളെന്തായാലും ഗെയിംസിൻ്റെ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ എന്താ പറയുക ഒരുപാട് ഫുഡിൻ്റെ കൗണ്ടറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഓരോരോ ഇവിടുത്തെ സംഭവങ്ങളാണെന്ന് തോന്നിട്ടോ. ഇതൊന്നും അങ്ങനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത് ചൂടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ സിറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തും നോർമലായിട്ട് കാണുന്ന ഒരു സെറ്റപ്പ് തന്നെ. പിന്നെ ബർഗർ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ അങ്ങോട്ട് കയറിയപ്പം പറയാൻ നിന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു അസുഖം വന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പരിപാടി കാര്യങ്ങളൊക്കെ കുറവാണ്, ആൾക്കാരും കുറവാണ്. ഇങ്ങനെയാണ് എന്താ പറയുക പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞത്. പക്ഷെ ഞാനിവിടെ എത്തിയപ്പം നല്ല തോതിൽ തന്നെ എന്താ പറയുക ക്രൗഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓ ഇതിനുള്ളിൽ ഒരുപാടുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് നേരത്തെ എന്താ പറയുക അതിൻ്റെ പുറത്തുകൂടെ വന്ന് പോയതാ. ഇത് നമ്മളെ ജ്യൂസ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എന്താ പറയുക മറ്റേ പോപ്കോൺ സ്റ്റൈലിൽ മിക്സ്ചർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ, ഐസ്ക്രീംസ്. ഇവിടെയൊക്കെ അതുപോലെ തന്നെ എന്താ പറയുക പാവ് ബജി കേട്ടോ മെയിനായിട്ട് ഈ ഏരിയയിലൊക്കെ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 150 രൂപക്ക് 200 രൂപക്ക് 100 രൂപക്കൊക്കെ ഡ്രസ്സുകൾ ചീപ്പായിട്ട് കിട്ടുന്നത്. ഇവിടെ എന്തായാലും ചീപ്പായിട്ട് കിട്ടുന്നില്ല എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു. കാരണം അതിന് മാത്രം ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് കച്ചവടക്കാരും എത്തുന്നുണ്ട്. അവിടെ നമുക്ക് സാധനങ്ങൾ റേറ്റ് കുറവ് കിട്ടും. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ടൈപ്പൊക്കെ എന്താ പറയുക വെറും 150 രൂപ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നില്ല. നമുക്ക് വിൻ്ററിൽ ഇനിയിപ്പോൾ വിൻ്ററാണല്ലോ വരാൻ പോകുന്നത്. വിൻ്ററിലൊക്കെ ഇടാനും കാര്യങ്ങളൊക്കെ പറ്റിയ ക്ലോത്തും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ എന്താ പറയുക വെറും 150 രൂപ ചാർജ് വരുന്നത്. ഈ ഒരു സൈഡിലൊക്കെ വരുമ്പോൾ അതേ റേറ്റിന് തന്നെ സാധനങ്ങൾ കിട്ടോ. എന്തായാലും കൊള്ളാം പരിപാടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്താ പറയുക ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആക്റ്റീവായിട്ടുള്ള പരിപാടി കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരും എന്താ പറയുക ഓരോരോ കാര്യങ്ങളിൽ എൻ്റർടൈൻമെൻറ്റിൽ തിരക്കിലുമാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഇങ്ങനത്തെ ഫുള്ള് സ്റ്റാളുകൾ തന്നെ കേട്ടോ വരുന്നത്. നമുക്ക് എന്തായാലും എന്താ പറയുക ഒരുപാട് സ്റ്റാളുകൾ വരുന്നുണ്ട്. എന്തായാലും സ്റ്റാളിൻ്റെ ഉള്ളിൽ കൂടി എന്തായാലും ഫുള്ള് കറങ്ങണ്ട. നമുക്ക് പുറത്ത് കൂടി എന്തായാലും ഒന്ന് നടക്കാം. ഈ പറഞ്ഞോണം എന്താ പറയുക ആ ലാസ്റ്റിലേക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് കൂടി ഒന്ന് നോക്കിയും വേണം. ഇതിവിടെ അച്ചാർ നമ്മളെ നെല്ലിക്ക ഉണ്ട്. ബാക്കി ഒരുപാട് ടൈപ്പ് അച്ചാറുണ്ട് കേട്ടോ. മുളകിൻ്റെത്, കാരക്കൻ്റെത്, മാങ്ങ. പക്ഷേ കണ്ടിട്ടൊരു സുഖം തോന്നില്ല. ഒക്കെ വെളിച്ചെണ്ണ ഊറി കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് ഇതിലോട്ട് തന്നെ പുറത്തേക്ക് പോവാം. ഗായ്സ് അങ്ങനെ ഈ ഒരു സ്ട്രീറ്റ് അവസാനിക്കുന്നില്ല കേട്ടോ. നല്ലപോലെ എന്താ പറയുക ആ ഒരു സൈഡിൽ നമ്മൾ പോന്നപ്പോൾ എന്താ പറയുക ഇവിടെ ഫുള്ള് ഷോപ്പുകളാണ്. ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അത് അവിടെ ആയിട്ട് വരുന്നത്. ആ യന്ത്രൂനാല് കാണുന്നതിൻ്റെ
ഇത് എത്രാമത്തെ യാന്ത്രിനാലാന്നുള്ള നിങ്ങൾ നോക്കിട്ടോ. പിന്നെ ഫുള്ള് ഷോപ്പുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ പറയുക ഒരു വെറൈറ്റി പോലത്തെ ഒരു സംഭവം. ഹായ് ബോൽ. ഇത് ഈ ചേട്ടൻ്റെ അബ്കാ ബേട്ട ചേട്ടൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക ഈ ഒരു സ്റ്റിക്ക് കാര്യങ്ങൾ ഇത് കണ്ടപ്പോൾ എന്താ പറയുക പണ്ട് ഞാൻ ഉദ്ദേശിച്ച് കളരിക്കൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് അല്ലെ, അങ്ങനത്തെ കത്തി കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് സംഭവം വരുന്നത് നമുക്ക് ഒരാളെ അടിക്കാൻ അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം എന്താ പറയുക നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം അല്ലേ. ഈ സാധനം കൊള്ളാം. ഒരു 100 രൂപയാണ് ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ ഇതാ ഈ പറയുന്നത് ഇവിടെ ഓ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ മറ്റേ കളരിക്കൊക്കെ ഓ ഏജ്ഡ് ആദ്മിയുണ്ടോ? ഓക്കെ ഇത് വയസ്സായവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ഉള്ളൊരു സംഭവം കാര്യങ്ങളൊക്കെ കേട്ടോ. എന്തായാലും കൊള്ളാൻ തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എന്താ അറിയാം ഇവിടുന്ന് എന്തായാലും ഞാൻ അങ്ങോട്ടേക്കൊന്ന് നടക്കട്ടെ. ഗായ്സ് അങ്ങനെ നമ്മളെ ഗെയിമിങ്ങിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ. ഈ ഒരു ഞാൻ അതുപോലെ തന്നെ അവിടുന്ന് ഈ ഒരു വടി വാങ്ങിച്ചിട്ടു. അത് കണ്ടപ്പോൾ എന്തോ ഒരു കൗതുകമായി. പിന്നെ ഇവിടെ കുറേ ആയുധങ്ങൾ കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ ചട്ടകങ്ങൾ ചട്ടികൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവരൊക്കെ വിൽക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഇവിടെ ഇവരെ ആ ഒരു പ്രൗഢി നിലനിർത്തുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. ഈ ഒരു ഷൂ കാര്യങ്ങൾ ഈ ഒരു മോഡൽ രാജസ്ഥാനി ഷൂ കാര്യങ്ങൾ അതുപോലെ തന്നെ കുതിരണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു കയറ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഷൂ ഈ ഒരു കയറ് ഇവരെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ. ഈ പുഷ്കറിലുള്ള ആൾക്കാരെ ഡ്രസ്സിങ് തന്നെ ഈ രാജസ്ഥാനിലത്തെ ഡ്രസ്സിങ് തന്നെ കാണാനൊക്കെ വേണ്ടി എന്താ പറയുക ഭയങ്കര രസമാണ്. കുറേ വയസ്സന്മാർ അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക ഇരിക്കുന്നത് കാണാം. പിന്നെ അത് മാത്രമല്ല നിങ്ങൾ നോക്കി എന്താ പറയുക അത്യാവശ്യം ഇരുടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സണ്ണൊക്കെ പോയി സണ്ണിൻ്റെ കളറൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതിനുള്ളിലേക്ക് കയറിയപ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗെയിമിങ്ങിൻ്റെ സ്ഥലം പോലെ തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അതിനുള്ളിൽ കയറിയ സൗണ്ട് കേൾക്കൂല. ഇതാണ് ഇവിടുത്തെ ഗെയിമിങ്ങിൻ്റെ അവസ്ഥ വരുന്നത്. പിന്നെ നമ്മളെ നാട്ടിലേക്കുള്ള മറ്റേ പോലീസാണ് റിങ് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഇത് അത്യാവശ്യം വളരെ അടുത്തുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഗായ്സ് അങ്ങനെ ഞാൻ നമ്മളെ മേളയൊക്കെ നടക്കുന്നിടത്ത് നിന്ന് ജസ്റ്റ് പുറത്തെത്തിയിട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ഒട്ടകങ്ങൾ സഫാരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നിങ്ങൾ നോക്കി ഞാൻ പറഞ്ഞ സാധനമല്ലേ ക്യാമലിൻ്റെ മുകളിൽ കൊട്ടിക്കുന്നത്. ഇത് ഇഞ്ഞെ പിടിച്ച് കടിക്കുന്ന സീൻ എന്തോ തിന്ന കേട്ടോ. ആ മറ്റേ ലോറിൻ്റെ മുകളിൽ ക്യാമലിൻ്റെ മുകളിൽ കൊട്ടിക്കുന്ന സംഭവം ക്യാ ഓ അത് തിന്നുന്നതാട്ടോ. എന്നെ പേടിപ്പിക്കില്ല. അപ്പോൾ ഇതാണ് ഒരു ഒട്ടകം വരുന്നത്. പിന്നെ നമുക്ക് ക്യാമൽ സഫാരിക്ക് അങ്ങനത്തെ കുറേ വണ്ടികൾ അതുകൂടെ വരുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം എന്താ പറയുക ഹൈറ്റുള്ള വലിയ എന്നെക്കാട്ടിലൊക്കെ എത്രത്തോളം ഹൈറ്റ് ഉണ്ട് നോക്കി നിങ്ങൾ. അത്ര ഹൈറ്റ് വരുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വേറൊരു ടൈപ്പ് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് അറിയാം. ലഡാക്കിൽ നമ്മൾ പോയപ്പോൾ മറ്റേ ഡബിൾ കൂനുള്ള ഒട്ടകം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് തോന്നുന്നു ഹൈറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഇത്രയൊന്നും കാലം അതിൻ്റെ പൊന്തി കിടക്കുന്നില്ല. പക്ഷേ കൊള്ളാം ഈ ഒരു സംഭവങ്ങൾ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങോട്ടേക്ക് കയറിയത് ഇതിലൂടെയാണെന്നറിയോ. ഞാൻ ജസ്റ്റ് അവിടെയുള്ള പോലീസുകാരനോ ചോദിച്ചേന് ക്യാമൽ സഫാരി എവിടെയാണെന്നുള്ളത്. അപ്പോൾ മൂപ്പരിഞ്ഞെ വിളിച്ചിട്ട് ഇവലെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് കയറ്റി. അപ്പോൾ അവിടെയുള്ള മൂപ്പര് പറഞ്ഞു 5 ക്യാമലാണ് ബാക്കിലുള്ളത്. അപ്പം പിന്നെ നമുക്കൊന്ന് അതിനെ കാണാമല്ലോ. ओके इधान वाला कैंपिंग एरिया तो जी ओके चलते हैं. ये तो मैं कल आई है. आपका नाम क्या है? बाबू है. ओके മൂപ്പരിതാണ് കേട്ടോ ആ ഒരു ഒട്ടവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ പരിപാടി കാര്യങ്ങളൊക്കെ മേള ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 കിലോമീറ്ററോളം ഇതിനുള്ളിൽ കൂടി നടന്ന് നമുക്ക് ചുറ്റിയടിക്കാൻ മാത്രമുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തെത്തി കഴിഞ്ഞാലും എന്താ പറയുക അത്യാവശ്യം ഷോപ്പുകളൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു റഷും കാര്യങ്ങളൊക്കെ എന്താ പറയുക കുറഞ്ഞ്. ഇനി പിന്നെ ക്യാമൽ സഫാരിക്കൊക്കെ നമുക്ക് പോവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വഴിക്ക് പോയിട്ടാണ് ക്യാമൽ സഫാരി കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു വഴിക്ക് പോയിട്ടാണ് ആ ഒരു സഫാരി കാര്യങ്ങളൊക്കെ വരുന്നത്.
അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് നോക്കി നോക്കട്ടെ. ഇതിൻ്റെ ഒരുപാട് ഷോപ്പുകളാണല്ലോ ഇവിടെ കാണുന്നത്. ഇപ്പോൾ എന്തായാലും ഇവിടുത്തെ സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മൊത്തത്തിൽ എന്തായാലും ഒരു കാര്യം എന്തായാലും അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച കൂടി എന്താണെന്നുള്ളത് നോക്കിക്കാട്ടെ. ഗായ്സ്, അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവിടെ നാഷണൽ സാൻഡ് ആർട്ട് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ടിക്കറ്റ് വരുന്നുണ്ട്. 50 രൂപയാണ് ഇതിൻ്റെ ഉള്ളിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഉണ്ടാക്കി വെച്ച സംഭവങ്ങൾ നോക്കി. അയ്യോ, ശ്രീ ഹനുമാൻജി എന്തായാലും കൊള്ളട്ടെ ഈ സാധനത. ഇതൊക്കെ ഇവിടെയുള്ള ഓരോരോ ആൾക്കാർ ഉണ്ടാക്കി വെച്ചതാണ്. ഇതാണ് ഗണേഷ് ജി. പുഷ്കർ ഫെയറിൻ്റെ ഒരു ചെറിയൊരു മാതൃക കാര്യങ്ങളൊക്കെയാണ് ഇതായി കാണുന്നത് കേട്ടോ. പൊക്കത്തിൻ്റെ മുകളിൽ പേരുകൾ എഴുതി വെച്ചതിനെ കൊണ്ട് നമുക്ക് അറിയാനും പറ്റും, എന്താണെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. ഇത് അമൃതദേവീൻ്റെ ആ ഒരു ചിത്രം കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ മഹാറാണ പ്രതാപ് സിംഗ്. ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ സമ്മതിക്കണം കേട്ടോ. അതും വേറെ എവിടെ നിന്ന് എടുത്തിവിടെ കൊണ്ടുവച്ചത് കാര്യങ്ങളൊന്നും അല്ല, ഇവിടെ തന്നെ എന്താ പറയുക ഉണ്ടാക്കി വെച്ചത്. ഇത്രയും കലകളും കാര്യങ്ങളൊക്കെ. പനിഹാരൻ കൊള്ള സംഭവം. ഈ ഒരു സംഭവം തന്നെയാണ് ഇതിനുള്ളിൽ വരുന്നത്. 50 രൂപ കൊടുത്താലും കയറി കാണാൻ മാത്രമുള്ള സംഭവമുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ പുറത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒക്കെ നമുക്ക് എന്താ പറയുക പൈസ കൊടുത്ത് കയറി കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതും കൊള്ളാം. കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്കോ ടൂറിസം രാജസ്ഥാൻ എന്നുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ. എന്തായാലും ഇത്രയൊക്കെ ആണിതാ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനുള്ളിൽ എന്തോ നടക്കുന്നുണ്ട്. അതിന് വെച്ച് കംപ്ലീറ്റ് ആകാത്തതിനെ കൊണ്ടാന്ന് തോന്നുന്നു കാണിക്കാത്തത്. We don't compromise with quality. Our health is our first priority. Your health is our first priority. ഓക്കെ ഡൺ. ആദിത്യ ഓർഗാനിക്കിൻ്റെ ഒരു പരസ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. ഗായ്സ്, അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ വാളും പരിചയമൊക്കെ ഈ ഒരു സംഭവം കേട്ടോ. ഇതിൻ്റെ കുറേ ഷോപ്പുകൾ എന്താ പറയുക ഇവിടെ വരുന്നുണ്ട്. ഇത് മൊത്തം വാള് നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നമ്മൾ വാങ്ങി വെച്ചാൽ എന്താ പറയുക ആ ഒരു വടികളും കാര്യങ്ങളും ഒക്കെ കൂടിയായിട്ട് എന്താ പറയുക ഒരുപാട് ഐറ്റം സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു പയ്യൻ്റെ ആണ് ഈ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹം എന്താ പറയുക ഇപ്പോൾ 1-2 കത്തി കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നതിന് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഒരു ആ ബ്ലാക്ക് സാധനമല്ലേ അതിന് 800 രൂപക്കാണ് പറഞ്ഞത്. നമുക്കൊരു 600-500 ചിലപ്പം ചോദിച്ചാൽ കിട്ടും. പക്ഷേ അത് വാങ്ങിയാൽ എന്താ പറയുക അത്യാവശ്യം അസറ്റായിട്ടുള്ളൊരു സംഭവങ്ങളാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എന്താ പറയുക ഒരു കൗതുകം തോന്നി. ഇപ്പോൾ നമ്മൾ ഗെയിമിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫുഡൊക്കെ നോക്കി അറിയില്ലേ, ആ സ്ഥലമാണ് ഇത് വരുന്നത്. ഞാനെന്തായാലും നേരെ അതിൻ്റെ ഫ്രണ്ടേജിലേക്ക് എന്തായാലും ഇനി നടക്കട്ടെ. നമുക്ക് ആ പരിപാടി എവിടെ എത്തിയെന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ഗൈസ്, അങ്ങനെ ഞാനെല്ലാം കൂടി ഇപ്പോൾ അവിടുന്ന് പോന്നിട്ട് നമ്മളെ പരിപാടി എടുക്കുന്ന സ്ഥലമല്ലേ മേള ഗ്രൗണ്ട്. ആ ഒരു മേള ഗ്രൗണ്ട് അത് തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ പേര് തന്നെ വരുന്നത് കേട്ടോ. ഇതാണ് ആ ഒരു ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം വലിയ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. എല്ലാ വർഷവും പരിപാടി കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. പിന്നെ നമ്മളെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഏകദേശം 7 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പോൾ സമയം 6:30, ഏകദേശം അരമണിക്കൂർ ഇനിയും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സിറ്റിംഗ് കണ്ടി നിങ്ങൾ. ഇത് ഫസ്റ്റ് തന്നെ ഉള്ളത് നോർമൽ പീപ്പിൾസിന് ലോക്കൽ പീപ്പിൾസിനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സിറ്റിംഗ് ആണ് ഇത് വരുന്നത്. പിന്നെ രണ്ടാമത് ഫ്രണ്ടിൽ തന്നെ നമ്മളെ ഫോറിനേഴ്സിന് VIPസിന് അങ്ങനെയായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇരിക്കുന്ന സിറ്റിംഗ് ആണ്. പക്ഷേ ഫണ്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സിറ്റിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനെ ആട്ടോ വരുന്നത്. എന്തായാലും പരിപാടി നടക്കുന്ന സ്ഥലം എന്തായാലും കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് തന്നെ എന്തായാലും നമ്മളെ യന്ത്രജാലം കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം അടിപൊളി എന്തായാലും സംഭവം. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് പരിപാടി നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല. കാരണം പരിപാടി കാണാൻ നിന്നാൽ രാത്രി 9 മണി വരെ പരിപാടി, 9 മണി 10 മണി വരെ പരിപാടി നീണ്ടുപോകും. അപ്പോൾ നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ പാർക്കിങ്ങിലായതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോഴേ പരിപാടി കാണാൻ നിൽക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പരിപാടി കൂടി കാണാം. അല്ലെങ്കിൽ ഞാൻ എന്തായാലും പുറത്തെത്തിയിട്ട് പറയാം. ഗായ്സ്, അങ്ങനെ വീണ്ടും പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. ഞാനത് അവിടെ നിന്നൊക്കെ നേരെ ഇറങ്ങി നമ്മളെ ബൈക്കൊക്കെ എടുത്ത് പരിപാടി കാണാൻ വേണ്ടി ഒരു ഏറെ വരെ നമ്മളവിടെ നിന്ന്. പക്ഷേ പരിപാടിക്ക് എന്താ പറയുക ചെറുതായിട്ട് ലൈറ്റ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുള്ളതിനും. അപ്പോൾ പിന്നെ കൂടുതൽ അവിടെ നിൽക്കാൻ നിന്നില്ല.
പിന്നെ അത് മാത്രമല്ല ജോധ്പൂരിലേക്കുള്ള റൂട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജോധ്പൂരിലേക്കുള്ള റൂട്ട് കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ എവിടെയും ടെൻ്റ് അടിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷേ ഏകദേശം ഒരു 40-45 കിലോമീറ്റർ മാത്രമേ അവിടുന്ന് പുഷ്കർ നമ്മൾ ഓടിയിട്ടുള്ളൂ. ഇനി ഏകദേശം ജോധ്പൂരിലേക്ക് 130ഓളം കിലോമീറ്റർ വരുന്നുണ്ട്. ഇവിടെ രാജസ്ഥാനിൽ വേറൊരു കുഴപ്പമുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കിലോമീറ്റർ 150-200 കിലോമീറ്റർ ഇല്ലേ, അതിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. നമ്മളെ കേരളത്തെ ആലോചിച്ചു, കോഴിക്കോട് നിന്ന് കൊച്ചി പോകാനാണെങ്കിൽ 150 കിലോമീറ്റർ, കൊച്ചിയിൽ നിന്ന് അങ്ങോട്ടേക്ക് തിരുവനന്തപുരം പോകാനാണെങ്കിൽ ഒരു 150 കിലോമീറ്റർ. കേരളം കഴിഞ്ഞ് ഇത് ഓരോ സ്ഥലത്തേക്ക് ഞാൻ കയറിയ മുതൽ ഓരോ സ്ഥലം എന്താ പറയുക, ജയ്പൂർ ആണെങ്കിലും അജ്മീർ ആണെങ്കിലും, അജ്മീറും പുഷ്കറും ഒക്കെ, അജ്മീർ നേരെ ജോധ്പൂർ ആണെങ്കിലും ജയ്സൽമീർ ആണെങ്കിലും ഒക്കെ എന്താ പറയുക ഇതേ ഒരു സംഭവമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടില്ല എന്തായാലും എന്താ പറയുക ആ ഒരു ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാരണം അധികം ആൾക്കാർക്കും എന്താ പറയുക കൊല്ലത്തിൽ മാത്രം, അതും രാജസ്ഥാനിൽ വെച്ച് നടക്കുന്നത്, കേരളത്തിലൊക്കെ നടക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതൊക്കെ വിചാരിക്കാനും. ഇതും എല്ലാവർക്കും കാണാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഒരു ഇതിനായിട്ടൊന്ന് കാണണം എന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കും എന്നുള്ളത് ഷുവറാണ്. നമുക്കിതാ ഇന്നിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും ടെൻറ്റും കാര്യങ്ങളൊന്നും അടിക്കേണ്ടി വന്നില്ല. ഞാൻ എന്തെങ്കിലും ഇഞ്ച ടെൻറ്റും കാര്യങ്ങളൊക്കെ ഊരാ. അതുപോലെ തന്നെ എന്താ പറയുക ഈ ടീഷർട്ട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഈ ടീഷർട്ടിനായിരിക്കും കണ്ടത്. കാരണം രണ്ടും എടുത്ത ഒരേ ദിവസങ്ങളിലാണ്. പിന്നെ അത് മാത്രമല്ല ഇന്നും നമുക്ക് എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ധാബയിൽ കിടന്നപ്പോൾ ഇതുപോലത്തെ ഒരു ബെഞ്ചും അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ സെറ്റപ്പ് ലഗേജിൻ്റെ സെറ്റപ്പ് മാറ്റിയതിനെ കൊണ്ട് നല്ല സുഖമാണ്. ഈ ഒരു ബാഗ് മാത്രം പുറത്തെടുത്താൽ മതി. ആ ഒരു ബാഗും പുറത്തെടുത്തിട്ടായിരുന്നു സ്ലീപ്പിംഗ് ബാഗും അതുപോലെ തന്നെ നമ്മളെ പില്ലോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇവിടെ ആണെങ്കിൽ എന്താ പറയുക വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പെട്രോൾ പമ്പുമാണ്, അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക വാഹനങ്ങളെ സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങുകയും ചെയ്യാം. പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പം കിടന്ന് ശീലമായി. ഇപ്പോൾ എവിടെ കിടന്നാലും ഉറങ്ങുന്നുള്ള അവസ്ഥയാണ്. ഒന്നാമത്തെ ബൈക്ക് ഇങ്ങനെ ഓടിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കറങ്ങുന്നതല്ലേ, അപ്പോൾ ശരീരം പെട്ടെന്ന് ഡൗൺ ആവും. ഇപ്പം തന്നെ എന്താ പറയുക ഇന്ന് ഞാൻ നല്ലപോലെ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട്, 8 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് എന്താ പറയുക ബോഡിയും കാര്യങ്ങളൊക്കെ ഡൗൺ ആണ്. മൂപ്പര് വേറെ ആരോ ഫോൺ ചെയ്താണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ രാത്രി ഞാൻ എന്തായാലും ഇവിടെ കിടക്കട്ടെ. ബാക്കി കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ എന്താ പറയുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ അത്ര തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്, ബൈ.